ഹായ്, ഐ എം നമിത കെ ഭാസ്കരൻ, യുവർ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റാണ് ഇവോക്ക് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ എൽദോ ജോയ്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ബിസിനസ്സസ് മേക്ക് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റജി ഇല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആളുകൾ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് കുറച്ച് റാൻഡമായിട്ട് കുറച്ച് പോസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ ബേസിക് ആയിട്ടുള്ള സെർച്ച് ക്യാമ്പയിൻസ് ഓൺ ആക്കുക. സോ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ആളുകളുടെ ഒരു തോട്ട് പ്രോസസ് ആക്ച്വലി. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആക്ച്വലി ആദ്യം ആവശ്യം പ്രോപ്പറായിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി. ആ സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ബിസിനസ്സിനെ മനസ്സിലാക്കണം, പിന്നെ പ്രൊഡക്റ്റോ സർവീസോ എന്താണെന്ന് മനസ്സിലാക്കണം, അത് ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ബേസ് ആരാണെന്ന് മനസ്സിലാക്കണം, ആ കസ്റ്റമർ ബേസിലേക്ക് ഇനി എങ്ങനെ എത്താമെന്ന് മനസ്സിലാക്കണം. സോ അതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ആ സ്ട്രാറ്റജീനെ അലൈൻഡ് ആയിട്ട് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂഷൻ നടത്താൻ പറ്റുള്ളൂ ആക്ച്വലി. സോ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റജി ഇല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറുതെ റാൻഡമായിട്ട് എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലും ചെയ്യുക എന്നുള്ളതാണ് ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് എത്താൻ വേണ്ടി പറ്റും എന്ന് പറയാം. അതെ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഹി ക്യാൻ ഗൈഡ് യു ത്രൂ എ സ്ട്രാറ്റജി. ഓക്കെ. സോ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും, പല പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസിൽ പെട്ടെന്നൊരു കാര്യം ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വിക്ക് ഫിക്സ് എന്തായിരിക്കും? മോസ്റ്റ് വെബ്സൈറ്റ്സ് ലുക്സ് ഗുഡ് ബട്ട് ഡസൻ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പം ഒരു ബീങ് എ ബ്രാൻഡ്, ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ വെബ്സൈറ്റ് ഏറ്റവും നന്നായിരിക്കണം, ഏറ്റവും അനിമേഷൻസ് വേണം, ജാവാസ്ക്രിപ്റ്റ് കുറേ അങ്ങനത്തെ അനിമേഷൻസും ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഇമേജുകൾ കുറേ അധികം ഹെവി ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് കൊടുക്കുക. സോ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ തോട്ട് പ്രോസസ്സ്. പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ വെബ്സൈറ്റിലുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ, നമ്മളെ മാത്രമല്ലല്ലോ നമ്മുടെ വെബ്സൈറ്റ് കാണും, നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പം നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങണം എന്നുള്ളതും ഒക്കെ അവർക്ക് ക്ലാരിറ്റിയോടെ മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ ആ വെബ്സൈറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് മീറ്റ് ആവത്തുള്ളൂ. സോ ആ കാര്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ. നമ്മളിപ്പം കോമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ് ആൾക്കാരാണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ പ്ലാറ്റ്ഫോംസിൽ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണെങ്കിലും ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ എമൗണ്ട് കൂട്ടാണ്ട് നമുക്ക് എങ്ങനെയാണ് ലീഡ്സ് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനെങ്ങനെയാണ് എമൗണ്ട് കൂട്ടാണ്ട് ലീഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ലീഡ്സിൻ്റെ നമ്പർ കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എമൗണ്ട് കൂട്ടുക തന്നെ ചെയ്യേണ്ട വരും ആക്ച്വലി. ലീഡ്സ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ ലീഡ്സ് കൂടുതൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഡിയൻസ് വളരെ ബ്രോഡർ ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡിൻ്റെ കോസ്റ്റ് കുറവും ലീഡിൻ്റെ നമ്പർ എപ്പോഴും കൂടുതലുമായിരിക്കും. പക്ഷേ ക്വാളിറ്റീനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ആക്ച്വലി. സോ നമുക്ക് മെറ്റയ്ക്കകത്ത് ക്വാളിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. സോ ആ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനെ കുറച്ചും കൂടെ ഫിൽറ്റർ ഡൗൺ ചെയ്തിട്ട് ആ ഫണൽ സിസ്റ്റം കുറച്ചുകൂടെ നാരോ ആക്കുകയാണ് ചെയ്യുന്നത്. നാരോ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡിൻ്റെ നമ്പർ കുറയും, കുറച്ച് ക്വാളിറ്റി കൂടും എന്നാണ് പൊതുവേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ. ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് 100% ക്വാളിറ്റി കൂടിയെന്നല്ല, പക്ഷേ എന്നാലും ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷേ എന്നാലും സ്റ്റിൽ ലീഡിൻ്റെ കോസ്റ്റ് കൂടുതൽ, ലീഡ് നമ്പർ കുറവായിരിക്കും. സോ കുറഞ്ഞ ബഡ്ജറ്റിൽ ലീഡ് കൂടുതൽ കിട്ടുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. കുറഞ്ഞ ബഡ്ജറ്റിൽ ലീഡ് കിട്ടണമെങ്കിൽ ഓഡിയൻസ് എപ്പോഴും ബ്രോഡർ ആയിരിക്കണം ആക്ച്വലി. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഉള്ള ഒരു ബഡ്ജറ്റ് കൊടുക്കുന്നു വിചാരിക്കും. കറൻ്റ്ലി ഉള്ള ബഡ്ജറ്റിൽ അവർക്ക് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ഫണൽ സിസ്റ്റം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി. ഇപ്പം നമ്മുടെ ഉള്ള ബഡ്ജറ്റ് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടോപ്പും മിഡിലും ബോട്ടവും ഫണൽസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ടുവേർഡ്സ് ദ ബിസിനസ് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം ആ ഡിഫൈൻ ചെയ്ത ഫണലിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ്പെക്ട്സിൽ മെറ്റാണെങ്കിൽ ഗൂഗിളാണെങ്കിൽ ഗൂഗിളിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള ബഡ്ജറ്റിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കിട്ടാനും. ഓക്കെ. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി. 10 വർഷം മുന്നേ ഈ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക്, അന്ന് ഇൻസ്റ്റ അത്രയും ഇല്ല, അപ്പം
10 വർഷം മുന്നേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത്രയും ട്രാഫിക് ഇല്ല, അത്രയും കോമ്പറ്റീഷൻ ഇല്ല, കുറച്ചൊരു ഓർഗാനിക് ഗ്രോത്ത് നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആക്ച്വലി നമ്പർ ഓഫ് പോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്കൊരു റീച്ച് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. നമ്മൾ എന്തിനാണ് ആ പോസ്റ്റ് ചെയ്യുന്നത്, വൈ ഡു യു ഡു, ടു ഹൂം വി ആർ ഡൂയിങ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ആക്ച്വലി ഇത് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കസ്റ്റമർ ബേസ് ആ ചാനലിലുണ്ടെങ്കിൽ ആ ചാനലിലെ പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എല്ലാ ദിവസവും വെറുതെ റാൻഡം പോസ്റ്റ് ചെയ്യലാണോ വേണ്ടത്, അതെയോ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിൽ അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് അവരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ആണ് കുറച്ചും കൂടെ ആൾക്കാർ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റെഗുലർലി പോസ്റ്റിംഗ് സംതിങ്. ഇതിപ്പം ഇപ്പം നടന്നൊരു മെറ്റയുടെ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് തോന്നിയതാണോ? അത് മെറ്റ റെഗുലറായിട്ട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റിൻ്റെ പേര് ഞാൻ മറന്നു പോയി ആക്ച്വലി. ഞങ്ങൾ അനാക്കോണ്ട ആൻഡ്രോമേഡ പെട്ടെന്ന് കിട്ടി. അപ്പോൾ ആ അപ്ഡേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ കോണ്ടന്റിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. കാരണം ഓഡിയൻസിൻ്റെ ട്യൂണിങ്ങും റീടാർജറ്റിങ്ങും ഒക്കെ മെറ്റയുടെ AI തന്നെ ചെയ്തോളും. സോ ദാറ്റ് ലീവ് ഇറ്റ് ടു അസ് എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി യു കോൺസെൻട്രേറ്റ് ഓൺ യുവർ കോണ്ടന്റ് പാർട്ട് എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി അപ്പോൾ കോണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടന്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത് റെഗുലറായിട്ട് എന്തോ റാൻഡം പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് ആക്ച്വലി റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരാണല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിൽ ഒരു എന്ത് പോസ്റ്റ് ചെയ്താലും, അതിപ്പോൾ ഒരു വീഡിയോ ആണെങ്കിലും ഒരു പോസ്റ്റ് ആണെങ്കിലും ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി റീച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി നമ്മൾ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടാവും, കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്യൂട്ടായിട്ടാണ് എടുത്തേക്കുന്നത്, അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന രണ്ട് ഓഡിയൻസും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ പൊതുവെ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഏജൻസി വൈസ് ആണെങ്കിലും സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ എപ്പോഴും മെറ്റയ്ക്ക് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് പൊതുവെ കണ്ടുവരുന്നത്. ആക്ച്വലി അത് ശരിയായ മെത്തേഡാണോ? ശരിയായ മെത്തേഡാണെന്ന് ചോദിച്ചാൽ മെറ്റേനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്യൂട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം ടുവേർഡ്സ് ദ കണ്ടന്റ് പാർട്ട്. പക്ഷേ ഇപ്പം ഇവിടെ കണ്ടുവരുന്ന പൊതുവേ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏജൻസീസ് പൊതുവേ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോണ്ടന്റ് മേക്ക് ചെയ്തിട്ട് ആ കോണ്ടന്റ് തന്നെയാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും പോവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂട്യൂബ് പോയാലും ഇതേ കോണ്ടന്റ് തന്നെ ആയിരിക്കും പോണേ, ഇൻസ്റ്റാഗ്രാം ഇത് തന്നെ ആയിരിക്കും പോണേ, ഫേസ്ബുക്ക് ഇത് തന്നെ ആയിരിക്കും പോണേ. പക്ഷേ ആക്ച്വലി ദ എക്സ്പെർട്സ് ആർ സെയിങ് ഓരോ പ്ലാറ്റ്ഫോമും ആക്ച്വലി ഇൻറ്റൻഡഡ് ഫോർ എ പർപ്പസ് ആണെന്ന് പറയുക ആക്ച്വലി. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു റീൽസ് അല്ലെങ്കിൽ ആ ഫ്യൂ ഷോർട്ട് സെക്കൻഡ്സിൽ ആളുകളെ കാണിച്ചിട്ട് വൗ ഫാക്ടർ ഉണ്ടാക്കി ഹുക്ക് ചെയ്ത് അതിനകത്തേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം ചെയ്യുക. ഫേസ്ബുക്കിൽ അതിൻ്റെ ഓഡിയൻസ് തന്നെ ഒരു എന്തായാലും 30+ ഏജുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഫേസ്ബുക്കിൻ്റെ ഓഡിയൻസ്. പിള്ളേരാരും ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ആ വീഡിയോസ് അതിനകത്ത് ഓടും ആക്ച്വലി. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിന് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ല ഒരിക്കലും പോസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ആളുകൾ വരുന്നത് കുറച്ചുകൂടെ നിങ്ങളുടെ ഒതൻറ്റിക് ആയിട്ട് എന്താണ് നിങ്ങൾ, ഹൂ ആർ യു, അല്ലെങ്കിൽ വാട്ട് യു ഓഫർ, വാട്ട് യു ഡിഫർ ഫ്രം അതർ സെയിം ബിസിനസ്സസ്, ഇതൊക്കെ മനസ്സിലാക്കാനായിരിക്കും ആൾക്കാർ തന്നെ. ആ ഡീറ്റെയിൽസ് ബേസിക്കലി നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റും യൂട്യൂബിനകത്ത് അങ്ങനത്തെ ടൈപ്പ് കോണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജസ് കിട്ടത്തുള്ളൂ. സോ മെറ്റയുടെ സ്യൂട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരേ കണ്ടന്റ് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ പല പുതിയ ബിസിനസ്സുകൾ മെറ്റ യൂസ് ചെയ്തിട്ട് തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ബൺമസ്ക എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ഡ്രീം കേക്ക് ആവട്ടെ, അല്ലെങ്കിൽ അതിന് മുന്നത്തെ കുലുക്കി സർബത്ത് ആവട്ടെ, ഫുൾ ജാർ സോഡ ആവട്ടെ, അങ്ങനെ പല ബിസിനസ്സും മെറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ത്രൂ വൈറലായിട്ട് വലിയൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഫുഡ് ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും ഈ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള? അല്ല, ഇപ്പോൾ ബൺമസ്ക അല്ലെങ്കിൽ അതുപോലെയുള്ള നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് അവർ മാത്രമായിരിക്കും ചിലപ്പോൾ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ. അതായത് അത് ഒറിജിനലി ലാൻഡ് ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കും സക്സസ് ആയിട്ടുണ്ടാക്കുക. കാരണം അവർക്കൊരു വാട്ട് യു ഡു ഹൗ യു ഡു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിന്, വാട്ട് ഈസ് യുവർ കോ പേർപ്പസ് എന്നുള്ളൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു സ്റ്റോറി ഉണ്ടാവും, ആ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും. ആ സ്റ്റോറി ടെല്ലിങ്ങും ഇതെല്ലാം കൂടെ ബ്ലെൻഡായിട്ട്, പിന്നെ ഓഫ് കോഴ്സ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അത് കൊടുക്കുന്ന രീതിയും ഒക്കെയാണ് ആളുകളെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നതും വലിയൊരു വൈറലാക്കി മാറ്റുന്നത് ആക്ച്വലി. അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു സാധനം തുടങ്ങിയതുകൊണ്ട് അത് വിജയിക്കണമെന്ന് ആക്ച്വലി യാതൊരു കേരളത്തിൽ എല്ലാവരുടെയും ബൺമസ്ക ഉണ്ട്.
ഉണ്ട്. പക്ഷേ ആക്ച്വലി ഒറിജിനലി തുടങ്ങിയിടത്ത് തന്നെ ആയിരിക്കും തിരക്കും, അല്ലെങ്കിൽ അത് വൈറലായതുപോലെ മറ്റുള്ളത് വൈറലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ആക്ച്വലി അവരുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിയിലാണ് ആൾക്കാർ. അതെ അതെ അതെ, അതാണ് ദാറ്റ് ഈസ് സ്റ്റോറി ടെല്ലിംഗ് ഇല്ലാതെ ഒരു ബ്രാൻഡ് വരുമ്പോൾ പലപ്പോഴും ചില ബ്രാൻഡ്സിന് സ്റ്റോറി പോലും ഉണ്ടാവില്ല. പക്ഷെ അത് പലപ്പോഴും പിന്നീട് ഒരു ബ്രാൻഡിങ് കമ്പനി വന്നിട്ട് ആ സ്റ്റോറി ടെല്ലിംഗ് മോഡ് ഉണ്ടാക്കും. സോ വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് എന്ന് അവർ പറഞ്ഞുണ്ടാക്കും. ആ സ്റ്റോറിയാണ് ആളുകൾ ഫോളോ ചെയ്യുക ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്ട് യു ഡു ഹൗ യു ഡു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കണം ആക്ച്വലി. നമ്മൾ ഈ സ്റ്റോറീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ സീക്രട്സ് ഒക്കെ നമ്മളിപ്പം വളരെ ഡേ 1 to അങ്ങനെ ഒരു ഡേ 1 ഓഫ് മൈ 365 ഡേയ്സ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത് മുതലുള്ള ഇൻക്ലൂഡിങ് വെൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ പോലും ഡേ 1 മുതലുള്ള പ്രോസസ്സ് ഇപ്പോൾ ആൾക്കാർ അങ്ങനെ ഒരു ജേണി തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ കാണിക്കുന്നത്. ആക്ച്വലി അങ്ങനെ കാണിക്കുന്നത് ഒരു ബിസിനസ്സിനൊരു യൂണീക്നെസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസി പോവില്ലേ? അങ്ങനെ ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ഓൺ ദ ബിസിനസ്സാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു കോർപ്പറേറ്റ് കമ്പനികളും അങ്ങനെ കാണിക്കും. എനിക്കറിയാവുന്ന ഒരു പ്രോപ്പർ ബിസിനസ്സിൽ അത്യാവശ്യം വോളിയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാരും ഇതാരും സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് റിവീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തും പഠിക്കാം. ഇപ്പം നമ്മൾ ഈ സോ കോൾഡ് കോർപ്പറേറ്റുകൾ ചെയ്യുന്ന സീക്രട്സ് ഒക്കെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കും അതിനകത്ത് കഷ്ടപ്പാടുണ്ട്, നമ്മളും കുറച്ച് പെയിൻ എടുക്കാനുണ്ട് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അതല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് തുറന്ന പുസ്തകം പോലെ എല്ലാവരും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി. ആ ഒരു പെയിൻ നമുക്ക് ആൾക്കാർ കാണാൻ ഇഷ്ടമുണ്ടാവും, ഗ്രോത്ത് കാണാൻ ഇഷ്ടമുണ്ടാവും. അല്ലാതെ പിന്നെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളതെല്ലാം ഒരു അങ്ങനെ ഒരു വലിയ ലാർജ് സ്കെയിലിൽ അങ്ങനെ സ്കെയിലപ്പ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു 1 man 2 man അല്ലെങ്കിൽ ചെറിയ വളരെ റെയറായിട്ടായിരിക്കും ചില ബിസിനസ്സുകൾ ഭയങ്കര സക്സസ് ആയിരിക്കണത്. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഹോം ബേസ്ഡ് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വോളിയം ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടൊക്കെ മാറുവാണ് പൊതുവെ ചെയ്യുക. അല്ലാതെ ഒരു ലാർജ് സ്കെയിലപ്പിലേക്ക് പോകല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പറയുകയാണെങ്കിൽ ബിസിനസ് നീഡ് ട്രേഡ് സീക്രട്സ് എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. നമ്മൾ വീട്ടിൽ അമ്മ ഒരു ആഹാരം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഒരു ടേസ്റ്റ് ബഡ് അതിനകത്ത് ഉണ്ടാവും. ചിലപ്പോൾ അത് ചേർക്കണ എന്തെങ്കിലും മേ ബി അവസാനം ചേർക്കണ എന്തെങ്കിലും ഒരു ചെറിയ പഞ്ചസാരയുടെ ആയിരിക്കാം, ഉപ്പിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കായത്തിൻ്റെ ആയിരിക്കാം, കുരുമുളകിൻ്റെ ആയിരിക്കാം. ബട്ട് ദർ ഇസ് സം ഡിഫറൻസ്. നമ്മൾ വേറെ സ്ഥലത്ത് കഴിക്കുന്നതിനേക്കാൾ ഒരു ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. ദർ ഇസ് എ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ് ആക്ച്വലി. 2026 എല്ലാവരും അക്വയർ ചെയ്യേണ്ട എല്ലാ ബിസിനസ്സുകാരും അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ല് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ലിറ്ററസി. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇനി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ AI വേൾഡ് ആണല്ലോ ആക്ച്വലി. കാരണം ഓൺ എ ഡെയിലി ബേസിസ് പുതിയ AI എൻജിൻസ് ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടന്റിന് വേണ്ടിയിട്ട്, ഇമേജിന് വേണ്ടിയിട്ട്, പ്രോംപ്റ്റിന് വേണ്ടിയിട്ട്, അങ്ങനെ 100 കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഓരോ സെഗ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് ഇതിൻ്റെ പല ടൂളുകളും ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലായിരിക്കും യൂസ് ചെയ്യുക. 1000-കണക്കിന് ടൂളുകൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബിസിനസ്സിൽ ചിലപ്പോൾ ആപ്ലിക്കബിളായിട്ട് 4 യൂസ് ചെയ്യുക. ആ 4 എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് 2025 എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒരു എക്സാമ്പിൾ, എനിക്കിപ്പോൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ChatGPT ഉപയോഗിക്കാം എനിക്ക് ആ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി. അല്ലെങ്കിൽ ഇപ്പോൾ ജെമിനി ഉപയോഗിച്ചിട്ട് എനിക്ക് ഇമേജസ് പ്രോപ്പർ ഷൂട്ട് ചെയ്യാതെ തന്നെ എനിക്കൊരു ബേസിക് ഫോണിൽ എടുത്തിട്ട് ശേഷം എനിക്ക് ആക്ച്വൽ ഫോട്ടോ ഷൂട്ട് ചെയ്ത പോലെയുള്ള ഇമേജസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ പക്ഷേ പ്രോപ്പർ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് 2025 എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഈ പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്തും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംസാരിക്കാൻ വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പൊതുവേ പലരും, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പലരും പറയുന്ന ആദ്യത്തെ ഉത്തരം ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് പറയുക. പക്ഷേ ആക്ച്വലി ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സ്പെൻസ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ബ്രാൻഡ് ടുവേർഡ്സ് നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി. അത് ചെയ്യാണ്ട് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എത്ര സെറ്റപ്പ് ചെയ്തുകൊണ്ടോ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇല്ലാതെ നിങ്ങളുടെ സാധനം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് മൂവ് ചെയ്യില്ല ആക്ച്വലി. സോ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഒരു വെരി ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് എടുക്കാൻ വേണ്ടി സ്പെൻഡ്, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാറ്റുറ്ററി കോസ്റ്റ്, അല്ലെങ്കിൽ ലീഗൽ കോസ്റ്റ്, ഇത് കോസ്റ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ബഡ്ജറ്റ് ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ റണ്ണിങ് മോഡിൽ തന്നെ നമുക്ക് ആ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ പോലും റവന്യൂവിൻ്റെ 5% എങ്കിലും നിങ്ങൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റായിട്ട് മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ 8 to 12% എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ റവന്യൂവിൻ്റെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിലേക്ക് പുഷ് ചെയ്യേണ്ടി വരും ആക്ച്വലി. എന്ത് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളത് ദാറ്റ് യു നീഡ് ടു ഡിസൈഡ് ബേസ്ഡ് ഓൺ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് ദ ഓൺലി തിങ് ഹു വർക്ക്സ്
24/7 നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് അതെ അതെ രാപ്പകലില്ലാത്ത നിങ്ങൾ എംപ്ലോയീസ് ഉറങ്ങുവാണെങ്കിലും ഫൗണ്ടർ ഉറങ്ങുവാണെങ്കിലും ആര് ആക്റ്റീവ് അല്ലെങ്കിലും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിങ്ങിനകത്ത് റിസോഴ്സിന് കിട്ടലാണ് ഏറ്റവും വലിയ പാട്. അത് ഇതിനകത്ത് സ്കില്ലും വില്ലെന്ന് പറയുമല്ലോ, എന്ന് വെച്ചാൽ സ്കില്ലും വില്ലും ഉള്ള ആളുകളെ മാർക്കറ്റിംഗ് കിട്ടാൻ ഇച്ചിരി എളുപ്പമല്ല ആക്ച്വലി, ഭയങ്കര പാടാണ് ആക്ച്വലി. ഹൈ വില്ലും ഹൈ സ്കില്ലും ഉള്ള ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും ആക്ച്വലി. സത്യം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യിക്കണം എന്നുള്ളത് ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ ഒരു ഹൈ വില്ലും ലോ സ്കില്ലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് ആ സ്കില്ല് പയ്യെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ആക്ച്വലി. പക്ഷേ മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല ആക്ച്വലി. ഇത് എല്ലാം കൂടെ ഒരു കറക്റ്റ് അനുപാതത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റിംഗ് പേഴ്സൺ കറക്റ്റ് വർക്ക് ആവുള്ളൂ ആക്ച്വലി. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും എന്ന് വെച്ചാൽ അതാണ് ബാക്ക് ബോൺ, ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ, അല്ലെങ്കിൽ എല്ലാ ഇൻക്ലൂഡിങ് ദ ഫൗണ്ടേഴ്സ് ആക്ച്വലി ഫീഡ് ചെയ്യുന്നത് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, കോസ്റ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ബേസ് കോറാണ് ആക്ച്വലി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ വൺ ഓഫ് ദ കാര്യം മാത്രമാണ് ആക്ച്വലി. ആഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ പൊതുവേ വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ മെറ്റയും ഗൂഗിളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെയിൽ കൊണ്ട് തരുമല്ല ചെയ്യുക. ഡയറക്റ്റായിട്ട് അവർ കൊണ്ടുവരുന്നത് ട്രാഫിക്കാണ് ആക്ച്വലി. ആ ട്രാഫിക്ക് പിന്നീട് സെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് മെറ്റയും ഗൂഗിളും എങ്ങും അവരൊരു ദേ വിൽ ഷോ ദാറ്റ് ഇഫ് യു സ്പെൻഡ് ദിസ് മച്ച് യു മൈറ്റ് ബി ഗെറ്റിംഗ് ദിസ് മച്ച് ഓഫ് സെയിൽസ് എന്നൊക്കെ പറയും. പക്ഷെ അതൊരിക്കലും ആക്യുറേറ്റ് ഒന്നുമല്ല ആക്ച്വലി. അതായത് അവരൊന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ 1,00,000 രൂപ മെറ്റയിൽ സ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ ഒരു 10 lakhs സെയിൽസ് ഉണ്ടാക്കി തരാമെന്ന് അവരെങ്ങും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ട്രാഫിക്കിനെ കൊണ്ടുവരാമെന്നുള്ള ഗ്യാരണ്ടി മാത്രമാണ് തരുന്നുള്ളൂ. അതും ഒരു 100% ഗ്യാരണ്ടി അല്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾ പറയുന്ന ഒരു ഓഡിയൻസിലേക്ക് നിങ്ങൾ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഇത്ര നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്കുള്ള ആൾക്കാരെ നിങ്ങളെ എത്തിക്കാം എന്നേ പറയുന്നുള്ളൂ ആക്ച്വലി. അപ്പോൾ ആ കാരണം അത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസ് നടക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ ലാൻഡ് ചെയ്ത ശേഷം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇ-കോമേഴ്സ് ആണ്, അതിൽ ലാൻഡ് ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് കൺവിൻസിങ് ആയിരിക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രോപ്പർലി അഡ്രസ്സിങ് ആയിരിക്കണം, ആ വെബ്സൈറ്റ് വരുമ്പോൾ ക്ലിയർ ഇൻഫർമേഷൻസ് ഉണ്ടാവണം, അത് എന്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം, എന്തുകൊണ്ട് അത് ആൾക്കാർ നിങ്ങളുടെ നിന്ന് മേടിക്കണം എന്നുണ്ടാവണം, എന്താണ് നിങ്ങൾ ഈ സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന കോമ്പറ്റീറ്ററിൽ നിന്ന് നിങ്ങളുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ആക്ച്വൽ സെയിൽസ് നടക്കുക. അപ്പം മെറ്റയിലും ഗൂഗിളിലും ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആക്ച്വലി സെയിൽസ് നടക്കണമെന്നില്ല. പിന്നെ മെറ്റയുടെയും ഗൂഗിളിലും വെറുതെ കാശ് കൊടുത്താൽ കുറേ ട്രാഫിക് വരും. ആ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റ്, അതായത് കറക്റ്റായിട്ടുള്ള ട്രാഫിക് ആണോ എന്നുള്ളതും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് 50%. എനി മാർക്കറ്റിംഗ് ഈസ് ആക്ച്വലി 50% ഓഫ് ദ ടോട്ടൽ തിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കി 50% അതിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ സിസ്റ്റംസും തന്നെയാണ് ആക്ച്വലി. അതായത് ഇപ്പോൾ ഒരു സെയിൽ വന്നു അല്ലെങ്കിൽ ഒരു ലീഡ് വന്നു, ആ ലീഡിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ സിസ്റ്റം. അതിനൊരു പ്രോപ്പർ CRM ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവോക്ക് പോലത്തെ കമ്പനിയിൽ ഒരു ലീഡ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ലീഡ് എങ്ങനെ കളക്ട് ചെയ്യുന്നു, അതിനെ ഫസ്റ്റ് ലെവലിൽ എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നു, അതിനെ ഫസ്റ്റ് ലെവലിൽ എന്ത് സംസാരിക്കുന്നു, ആക്ച്വലി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, അല്ലെങ്കിൽ ആ കൺസൾട്ടേഷൻ എങ്ങനെ പോകുന്നു, അതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യുന്നു, പ്രൈസിങ് എങ്ങനെ കൊടുക്കുന്നു, അങ്ങനെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഓരോ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്ത് ഇതിനകത്തുള്ള പിറ്റ് ഫോൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഹോൾസ് അടച്ചടച്ചടച്ചടച്ച് പോയാൽ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ് കിട്ടിയാൽ പോലും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു ബ്രാൻഡിൻ്റെ ഓൺലൈൻ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നോർമലി ഒരു ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി ഇൻസ്റ്റൻ്റ്ലി റോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും, എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ റോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ആക്ച്വലി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് പലപ്പോഴും പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ പോയിട്ട് ഫെയിലായിട്ട് വന്നിട്ട് കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്നും മനസ്സിലായത് ഈ ഡിജിറ്റൽ ഏജൻസികളെല്ലാം ഇനീഷ്യലി റോങ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്ലയൻറ്റ് വന്നിട്ട് പറയുമ്പം ആദ്യം ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതല്ലാതെ റോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സെയിൽസ് ടീം കമ്മിറ്റ് ചെയ്യരുത് ആക്ച്വലി. അതായത് ക്ലയൻറ്റ് പറയും എനിക്ക് ഒരു 20,000 ആണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമെന്ന് അതിപ്പോൾ നമ്മുടെ അടുത്തും ക്ലയൻറ്റ് ചോദിക്കും. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതും വളരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അത് ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലീഡിംഗ് പേപ്പറിൽ 30 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപയുടെ സെയിൽ ആരെങ്കിലും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ ആക്ച്വലി? പിന്നെ നിങ്ങൾ 20,000 കൊടുത്ത 2 lakhs സെയിൽ എന്തിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ദാറ്റ് വേ ഐ വിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. എന്നിട്ട് ഞാൻ ഒന്നും കൊടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഐ ഹാവ് പ്രോപ്പർ റിപ്പോർട്ട്സ്. ഞാൻ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ അസംഷൻ. ഇതാണ് നിങ്ങൾക്ക് റിസൾട്ട് പ്രൊജക്റ്റഡ് കിട്ടാൻ ചാൻസ് ഉള്ളത് ആസ് പെർ ദെയർ ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിച്ചിട്ട് യു ട്രൈ ഫോർ 3 months ആൻഡ് സീ ദാറ്റ് ഹൗ ദ ROI വർക്ക്സ്. അതെല്ലാം നോക്കിയിട്ട് നിങ്ങളോട് സ്കെയിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. എല്ലാ ബിസിനസ്സുകാരും സക്സസ് ആവുന്നതിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു സ്പേസിന് മുന്നേ
അവർക്കൊരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തിലാവാം, ബിസിനസ്സിലാവാം. സോ അങ്ങനെ ഒരു ഫെയിലിയർ ഏതായിരിക്കും എൽദോ ജോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവുക? ബിസിനസ്സിൽ ഫെയിലിയർ എന്തായാലും നമുക്ക് തുടക്കത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് തുടക്കത്തിൽ ഒന്നും അറിയാണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. പേഴ്സണലി ഫെയിലിയേഴ്സ് ഇല്ലാതെ എനിക്ക് തോന്നുന്നത് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കണം. ആക്ച്വലി എൻ്റെ ഫെയിലിയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. വീണാലേ നടക്കാൻ പഠിക്കും, അല്ലാതെ ഒരു കുഞ്ഞും വീഴാതെ നടക്കാൻ പഠിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ഉണ്ടാവും ആക്ച്വലി. അപ്പോൾ നടക്കാൻ ഒരാൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിയെ എഴുന്നേറ്റ് നിൽക്കണം, 1-2 പ്രാവശ്യം വീഴണം, എങ്കിലൊക്കെയാണ് ശരിക്കും നടക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആ വീഴ്ചയുടെ ഇത് കൂടുതലനുസരിച്ചിട്ട് നടക്കാനും ഓടാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കണം ആക്ച്വലി. പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ +1 +2 കാലഘട്ടത്തിൽ എനിക്ക് വളരെ ടഫ് പീരീഡുകൾ ഞാൻ കടന്നു പോയിട്ടുണ്ട് ആക്ച്വലി. ഫെയിലിയേഴ്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ചില സബ്ജക്റ്റുകളൊക്കെ ഞാൻ ഫെയിലായിട്ടുണ്ട് +1-നകത്ത്. +2ൻ്റെ എക്സാം സ്കൂളിൽ എഴുതിക്കില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പിടിച്ചു നിന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥനയായിരിക്കാം, പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. ആ പ്രായത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആംഗിളിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ആംഗിളിലോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു പ്രായമൊന്നുമല്ലല്ലോ. ഇത് നല്ലൊരു പോയിന്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളാവാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാവാം, ഒരു ഫെയിലിയർ കാണുമ്പോൾ പേടിച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെ പല കാര്യത്തിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഫെയിലിയർ ഉണ്ടെങ്കിൽ ദർ വിൽ ബി എ ഗ്രോത്ത്, അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് ഉണ്ട് എന്നുള്ളതിന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ്. അതെ അതെ. അല്ല, ഫെയിലിയർ ഉണ്ടെങ്കിൽ അല്ലേ സക്സസിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ, അതിൻ്റെ രുചി നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട്. ഫെയിലിയർ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും നമ്മൾ സ്കൂൾ ഫസ്റ്റാണ് അല്ലെങ്കിൽ ടോപ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഫെയിലിയർ ആയാലുള്ള ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് പലപ്പോഴും ലൈഫിൽ വന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ഫെയിലിയർ ഉണ്ടാകുമ്പം ഈ സോ കോൾഡ് അക്കാദമിക്കലി ബ്രില്യൻ്റ് ആയ ആൾക്കാർ ഫെയിൽ ആവണം കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം അവർക്ക് ആ മെൻ്റൽ സ്ട്രെസ് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. നേരെ മറിച്ച് അക്കാദമിക്കിലൊക്കെ ചിലപ്പോൾ ഇത്തിരി തോറ്റിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ കുറേ ഫെയിലിയറൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പക്ഷേ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്തിൻ്റെ ഒരു വലിയ കാരണം എനിക്ക് ഈ സ്കൂളിംഗ് പീരീഡിൽ കിട്ടിയിട്ടുള്ള കുറേ ഫെയിലിയേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി. നമുക്ക് ഇവോക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ക്രിയേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 13 ഇയേഴ്സ് ആയിട്ടുണ്ടോ. ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്തായിരിക്കും നിങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ? കൺസിസ്റ്റൻസി ബീറ്റ്സ് ദ ടാലൻസ് സംടൈംസ്. അതാണ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ടുവേർഡ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ 13 ഇയേഴ്സിൽ മനസ്സിലാക്കിയൊരു കാര്യം. അത് ഇല്ലാത്തതാണ് ഇന്ന് ഞാൻ കാണുന്ന പല യങ്സ്റ്റർ ആൾക്കാരുടെ അടുത്തും കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത് ആക്ച്വലി. അവർക്കെല്ലാവർക്കും ക്വിക്ക് സാധനങ്ങൾ നടക്കണം എന്നുള്ള തോട്ടാണ് ആക്ച്വലി. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് ഞാൻ ബിസിനസ്സിൽ മാത്രമല്ല പറയുന്നത്, എന്ത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഇപ്പോൾ അത്ലറ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഓടിയ ഹുസൈൻ ബോൾട്ട് എടുത്താൽ അയാൾ ഇത്ര സെക്കൻഡ്സിൽ അത് ഓടിയെടുത്താനായിട്ട് എത്രയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്രയോ വർഷത്തെ പ്രാക്ടീസിലായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ് ടാലൻസിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഇത് 13 വർഷമായി ബിസിനസ്സിൽ. ഇപ്പം ഇനി വരുന്ന ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെച്ചേക്കുന്ന ബിസിനസ്സുകാരുണ്ടാവും, അവർക്ക് ഒരു സ്റ്റേജിൽ ചിലപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുമായിരിക്കാം ഇപ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലാവാം, ബിസിനസ്സിലാവാം. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്തായിരിക്കും? ഒരു ചെറിയ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത് ഒന്നിൻ്റെയും പരിഹാരമല്ല ആക്ച്വലി. ഒരു ചെറിയ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഫിയറോ അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൽ തന്നെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നടക്കണില്ല, എൻ്റെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യണില്ല എന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെ ചുമ്മാ വിചാരിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ഞാൻ എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാം എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യണതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റ് തിയറി പറയുമല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് 10 കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 5 കാര്യം നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിരിക്കും പലപ്പോഴും പലരും ശ്രമിക്കുന്നത് ആക്ച്വലി. പക്ഷേ ആക്ച്വലി മാനേജ്മെൻറ്റ് തിയറി പറയുന്നത് ആ 10 കാര്യവും ചെയ്യുക, അതിൽ നിങ്ങൾ 6 ഫെയിൽ ആയിക്കോട്ടെ, 4 സക്സസ് ആവണുള്ളൂ, ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് യു നോ ദാറ്റ് 6 എവിടെയൊക്കെ ഫെയിലായി എന്നുള്ളത്. 11ാമത്തെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാൽക്കുലേറ്റഡ് ആയി നിങ്ങൾ എവിടെയൊക്കെ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ എനിക്ക് സക്സസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയി, നിങ്ങൾ അനലറ്റിക്കലി കുറച്ചുകൂടെ സ്ട്രോങ് ആയി. സോ അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമ്മൾ ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ലെസൺസ് ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ് അത് ഈ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് പലരും
പിന്നെ അൾട്ടിമേറ്റ് ഫെയിൽ ആവുകയും ചെയ്യും. അതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഫെയിലായ ശേഷം ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഫെയിലിയറിനെ തലയ്ക്കകത്ത് ക്യാരി ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. അതായത് ഞാൻ ഫെയിലായി ഇനി ഞാൻ എന്ത്, എനിക്കൊന്നും ചെയ്യാനില്ല ഇനി, ഇങ്ങനെ വിചാരിക്കും. പ്രോബ്ലം പോലെ നമ്മൾ അതിനെ കണ്ടൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാൻ അത്രേ ഉള്ളൂ. ഫെയിലിയർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് തെളിയുന്ന റെഡ് സിഗ്നൽ പോലെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ റെഡ് സിഗ്നലിൽ മാറിയിട്ട് അത് യെല്ലോ ആകുമ്പോൾ ചെയ്യുമ്പോൾ ഗ്രീൻ ആകുമ്പോൾ നമ്മുടെ വണ്ടി പിന്നെ മൂവ് ചെയ്യും. ആക്ച്വലി അത്രേ ഉള്ളൂ. ആക്ച്വലി ആ ഒരു രീതി തന്നെ ഏത് ഫെയിലിയറിനെ കണ്ടാൽ മതി എന്നുള്ള ഒരു ആംഗിളാണ് എനിക്ക് ആക്ച്വലി. ജോയി ഓൾമോസ്റ്റ് 13 yearsആയി ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു മുന്നേ എംപ്ലോയി എന്നുള്ളൊരു ജേണി ഉണ്ടായിട്ടുണ്ടാവും. സോ ഓൾമോസ്റ്റ് ഒരു വയസ്സ് ഞാൻ പറയുന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 40+ ആയിരിക്കാം ഇപ്പോൾ ജീവിതം എത്തി നിൽക്കുന്നത്. 40+ വേണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി കുറേ കാലം കഴിയുമ്പോഴോ ആൾക്കാർ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള പീപ്പിൾ, അല്ലെങ്കിൽ ആൾക്കാർ പൊതുവെ ആൾക്കാർ എൽദോ ജോയിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഡിജിറ്റൽ ഗുരുവായിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്, എൻ്റെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയാണ് ആക്ച്വലി. ഡിജിറ്റൽ ഗുരു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല, ഡിജിറ്റൽ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു മൂവി ഉണ്ട് ആക്ച്വലി, സുട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് ആക്ച്വലി. അതിലൊരു ബണ്ണി എന്നുള്ള ക്യാരക്ടറാണ് അതിനകത്തുള്ള ഹീറോ എന്ന് പറയുന്നത്. സോ ബണ്ണി ഈസ് ആക്ച്വലി എ പോലീസ് ഓഫീസർ. ZYPD അങ്ങനെ സുട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വൺ ഓഫ് ദ ഓഫീസർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് ഈ ബണ്ണീനെ അവതരിപ്പിച്ചേക്കണം ആക്ച്വലി, ആ ക്യാരക്ടർ അവതരിപ്പിച്ചേക്കണം. സോ ആ ക്യാരക്ടർ വന്നിട്ട് ഈ സിറ്റിയിൽ നിൽക്കുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ ആ സിനിമ തന്നെ ക്യാരി ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട് ആക്ച്വലി. ആ ഇമോഷൻ എന്ന് പറയുന്നത് എനിവൺ ക്യാൻ ബി എനിത്തിങ് എന്നുള്ളൊരു ഇമോഷനാണ് ആക്ച്വലി. സോ അതിൻ്റെ അർത്ഥം ഇന്നത്തെ യങ്ങർ ജനറേഷൻ തീർച്ചയായിട്ടും ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ സിനിമയിൽ നിന്ന് അത് മനസ്സിലാവും. അതായത് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും വലിയ അതായത് ഒരു ബണ്ണീനേക്കാളും കൂടുതൽ കരുത്തരായവരും ബണ്ണീനേക്കാളും കൂടുതൽ വലുപ്പത്തിലും ഫിസിക്കലിയും ഒക്കെ വലുതായ വലിയ ഹിപ്പോപ്പൊട്ടാമസും അല്ലെങ്കിൽ ബുള്ളും ഇങ്ങനത്തെ വലിയ മൃഗങ്ങളാണ് അവിടെ പോലീസ് ഓഫീസറായിട്ട് ഇരിക്കുന്നത്. അവിടെ ഒരു ചെറിയ സൈസ് കൊണ്ടും എല്ലാം കൊണ്ടും ചെറുതായ ഒരു ബണ്ണീനെ പോലീസ് ഓഫീസറായിട്ട് പോകുക എന്നുള്ളത് അയാളുടെ ആഗ്രഹമായിരുന്നു. അയാളത് നേടി. അതാണ് ആ സിനിമയിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നീട് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ വളരെ ശിശുവായിട്ടാണ്, അവരാരും അംഗീകരിക്കത്തില്ല. ഇപ്പോൾ തുടക്കത്തിൽ ട്രാഫിക് പോലീസിൻ്റെ ഈ ട്രാഫിക് ഫൈൻ ഇടാനുള്ള ജോലിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത് ആക്ച്വലി. അവസാനം അവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം തെളിയിക്കുന്ന ആളായിട്ട് ഈ ക്യാരക്ടർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ സിനിമ ക്യാരി ചെയ്യുന്നൊരു ഇമോഷൻ പലപ്പോഴും അതിൽ ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട്, ഇൻ സുട്ടോപ്പിയ എനിവൺ ക്യാൻ ബി എനിത്തിങ് എന്ന് പറയുന്നുണ്ട് ആക്ച്വലി. അത് തന്നെയാണ് എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ക്യാരി ചെയ്യേണ്ട ഒരു സാധനം എന്ന് എനിക്ക് തോന്നിയേക്കണത്. സോ എനിവൺ ക്യാൻ ബി എനിത്തിങ്. യെസ്. ഇത്രയും ബിസിനസ് ജേണിയിൽ, അല്ലെങ്കിൽ ഈ ഒരു കരിയറിൽ ഇത്രയും വർഷങ്ങൾ എടുക്കുമ്പോഴും ഒരു മൊമെൻ്റ് ആയിരിക്കാം നമ്മൾ ഇത്രയും ജേണി എത്തിക്കാനുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ദിസ് ഈസ് ദ മൊമെൻറ്റ് എന്ന് തോന്നിയ ഒരു സമയം എപ്പോഴായിരുന്നു? ഞാൻ എൻ്റെ കരിയറിൽ വർക്ക് ചെയ്തതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ വർക്ക് ചെയ്തതെല്ലാം വലിയ കോർപ്പറേറ്റ് കമ്പനികളിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് എനിക്ക് തുടങ്ങുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ തുടങ്ങിയത് വെബ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പാരിറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്നതും എന്നാൽ മാർക്കറ്റിൽ കുറച്ചുകൂടെ പെനിട്രേറ്റ്ലി ഈസി ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ ബിസിനസ് ചൂസ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചൂസ് ചെയ്തെങ്കിൽ പോലും ഞാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇത്ര ഒരു എഡ്യൂക്കേഷനൊന്നും ഇല്ല. ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ചിലവും കഴിഞ്ഞിട്ട്, എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കാശുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങുന്നത് ആക്ച്വലി. പക്ഷേ ആ കാലഘട്ടത്തിലും ഇന്ത്യക്ക് വെളിയിലെ മാർക്കറ്റായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇനിഷ്യലി ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇന്ത്യ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 3 വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കുള്ള പ്രൊജക്റ്റുകൾ അന്ന് കൂടുതലും നടന്നുകൊണ്ടിരുന്നത് freelancer.com പോലെയുള്ള ചില വെബ്സൈറ്റ്, ഇന്നും ഉണ്ട് ആ വെബ്സൈറ്റ്. പക്ഷേ അന്നത് കുറച്ചും കൂടെ ഇനീഷ്യൽ ഫേസിലായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ വർക്ക് എടുക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെയാണ് വർക്ക് എടുത്തുകൊണ്ടിരുന്നത് ആക്ച്വലി. അങ്ങനെ ഞാനൊരു പ്രൊജക്റ്റ് അങ്ങനെ സംസാരിക്കാനിടയായി. അങ്ങനെ ഒരു ചെറിയ വർക്ക് ഒരു കമ്പനിയുടെ ചെയ്തു. ആ കമ്പനി ജർമ്മനിയിലെ ഹാനോവർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു കമ്പനിയായിരുന്നു ആക്ച്വലി. മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒരു 1 hour ഫ്ലൈറ്റ് ഉണ്ട് ആക്ച്വലി ഹാനോവറിലേക്ക്. ഹാനോവർ കൺട്രി സൈഡാണ്. അവിടെ ഉള്ളൊരു ക്ലൈൻ്റ് ആയിരുന്നു. റൂളർ ആൻഡ് റോക്സ് എന്നാണ് ക്ലൈൻറ്റിൻ്റെ പേര് ആക്ച്വലി. അപ്പോൾ അവരൊരു ചെറിയ കമ്പനിയാണ് അവിടെ ആക്ച്വലി. പക്ഷേ അവർ അത്യാവശ്യം നന്നായിട്ട് പ്രോജക്റ്റ്. അപ്പോൾ അവർക്കൊരു ഡേറ്റിംഗ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഒരു മോഡ്യൂൾ അവർ ഞങ്ങൾക്ക് ചെയ്യാൻ തന്നു. ആ മോഡ്യൂൾ ഞങ്ങൾ ഡെവലപ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്, അന്ന് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ ആ മൊഡ്യൂൾ ഞങ്ങൾ ചെയ്തിട്ട് കൊടുത്തു. അത് അവർ 10 ദിവസത്തിൽ പറഞ്ഞ സാധനം ഞങ്ങൾ 3 days ഡെലിവറി ചെയ്ത് ആക്ച്വലി. അപ്പോൾ അവർ ദേ ഓൾസോ വണ്ടേഡ്. അപ്പോൾ ഇതെന്തോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ആക്ച്വലി ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് പ്രോജക്റ്റ് നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യുവർ ടീം എന്ന് പറഞ്ഞു. സോ ഞാൻ അന്നേരം പ്രോജക്റ്റ് കമ്പനി തുടങ്ങിയിട്ട് ഒരു 6 months താഴെ ആയിട്ടുള്ളൂ ആക്ച്വലി.
സോ 6 months ഇവിടെ സാധാരണഗതിയിൽ ഒരു ഫോറിൻ ക്ലയൻറ്റ് വരിക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സാധാരണഗതി സംഭവിക്കുന്നത് നമ്മൾ വളരെ എസ്റ്റാബ്ലിഷ് ആയ ശേഷമാണ് അതൊക്കെ നടക്കുന്നത്. 6 months 4, 5, 6 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്കകത്തേക്ക് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ വിസ നമ്മുടെ കമ്പനിയുടെ ലെറ്ററൊക്കെ അയച്ചു കൊടുത്തൊരു ഇന്ത്യൻ വിസ എടുത്തിട്ട് ഒരു ജർമ്മൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഫസ്റ്റ് വന്നു. ഹോൾജർ റോക്സ് എന്നായിരുന്നു പുള്ളിയുടെ പേര് ആക്ച്വലി. ഹോൾജർ റോക്സ് പുള്ളി അതാണ് ഈ റൂൾഡർ ആൻഡ് റോക്സ് ആ കമ്പനിയുടെ പേര് അങ്ങനെ വരാൻ. പുള്ളി വൺ ഓഫ് ദ ഫൗണ്ടറാണ് ആക്ച്വലി. അപ്പോൾ പുള്ളി വന്ന് നമ്മുടെ അടുത്ത് വന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ്. അപ്പം പുള്ളി ഒരു 25 എംപ്ലോയീസിൻ്റെ കോൺട്രാക്റ്റ് പുള്ളി എനിക്ക് തന്നെ ആക്ച്വലി. അത് 25 എംപ്ലോയീസ് ഇവിടെ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അതിനൊരു എംപ്ലോയി ഔട്ട്സോഴ്സിങ് മോഡലിലേക്ക്, അതായത് അവരവിടുന്ന് പ്രൊജക്റ്റ് അസൈൻ ചെയ്യും, ടീം ഇവിടെ ഇരിക്കും ഇന്ത്യയിൽ. ആ സമയത്ത് നമ്മുടെ ടീം പലരും ജർമ്മനിക്കും ഓൺ സൈറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഞാനും ആ സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ജർമ്മനിക്ക് അവരുടെ അടുത്ത് പോകുമായിരുന്നു ആക്ച്വലി. സോ അത് എന്നെ സംബന്ധിച്ച് ആ ഒരു ക്ലയൻറ്റ് പ്രൊജക്റ്റ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ ക്ലയൻറ്റ് ഒരു 6 months തന്നെ ഇവിടെ വന്നപ്പം ഐ വാസ് അസ്യൂമിങ് ദാറ്റ് സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ അതായിരുന്നു എന്നെ സംബന്ധിച്ചൊരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആക്ച്വലി.